ബി.ജെ.പി. നേതാവും ആർ.എസ്.എസിന്റെ പ്രമുഖനുമായിട്ടുള്ള തിരുവനന്തപുരം നഗരസഭയുടെ തിരുമല വാർഡ് കൌൺസിലറായിരുന്ന കെ. അനിൽകുമാറിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വളരെ ഗൌരവമുള്ള വാർത്തകളാണ് ഇന്ന് രാവിലെ മുതൽ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മരണത്തിന് മുമ്പ് അദ്ദേഹം കുറിച്ചുവെച്ച ഒരു കുറിപ്പിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് മാധ്യമങ്ങളിലൂടെ ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ആ വാർത്ത വളരെ ഗൌരവത്തോടുകൂടി കാണേണ്ട ഒരു വിഷയമാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം ഉചിതമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, താൻ വിശ്വസിച്ചവർ തന്നെ, അദ്ദേഹം തന്നെ വിശേഷിപ്പിക്കുന്ന തന്റെ അടുപ്പക്കാർ തന്നെ ചതിച്ചു എന്നുള്ള നിലയിലാണ് ആ കുറിപ്പ് വന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വരികളെന്ന് പറയുന്നത്, നമ്മുടെ ആൾക്കാരെ സഹായിച്ചു, മറ്റു നടപടികൾക്കൊന്നും പോകാതെ പല അവധി പറഞ്ഞ് തിരിച്ചടയ്ക്കുവാൻ കാലതാമസം ഉണ്ടാക്കി. ഇതാണ് അതിലെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള വരികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കാരണം കൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. കാര്യങ്ങൾ ഇങ്ങനെ ഇരിക്കെ ഗവൺമെന്റിനെയും CPM-നെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ബി.ജെ.പിക്കാർ നടത്തുന്ന സമരം വെറും അപഹാസ്യമായി മാറുമെന്ന് മാത്രമല്ല, ഈ കാര്യം നാട്ടുകാർക്കൊക്കെ തന്നെ അറിയാവുന്നതാണ്. ഞാൻ ഇന്നലെ അവരുടെ വീട്ടിൽ പോയിരുന്ന അവസരത്തിൽ ശ്രീ അനിൽകുമാറിന്റെ ഭാര്യ ഗവൺമെന്റ് സ്കൂളിലെ ടീച്ചറാണ്. കുറച്ച് കാര്യങ്ങൾ എന്നോട് അവർ സങ്കടപ്പെട്ടുകൊണ്ട് വിളിച്ചു പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട്. അതിപ്പോൾ ഞാൻ വ്യക്തമാക്കുന്നില്ല, ഞാനത് പിന്നാലെ വ്യക്തമാക്കാം. കാരണം അത് കേട്ടുകൊണ്ട് നിന്ന കുറെ സ്ത്രീകളുണ്ടായിരുന്നു. കാരണം അനിൽകുമാറിന്റെ ഭാര്യ കിടന്ന റൂമിൽ സ്ത്രീകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവർ പറയുന്ന കാര്യങ്ങൾ അതീവ ഗൌരവമുള്ള വിഷയങ്ങളാണ്. നമ്മുടെ ആൾക്കാരെ സഹായിച്ചു, മറ്റു നടപടികൾക്കൊന്നും പോകാതെ പല അവധി പറഞ്ഞ് തിരിച്ചടയ്ക്കുവാൻ കാലതാമസം ഉണ്ടാക്കി എന്നും അതിൽ കത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഇത് ചൂണ്ടിക്കാണിക്കുന്നത് സ്വന്തമെന്ന് അനിൽകുമാർ കരുതിയിരുന്ന ആൾക്കാരുടെ ചതിയാണ്. എന്തായാലും ബി.ജെ.പിക്കാരും ആർ.എസ്.എസ്കാരാണല്ലോ സ്വന്തം ആൾക്കാരെന്ന് പറയുന്നത്, മാർക്സിസ്റ്റ് പാർട്ടിക്കാരല്ലല്ലോ. വലിയശാല ഫാൻ ടൂർ സഹകരണ സംഘം നിയന്ത്രിച്ചിരുന്നത് ബി.ജെ.പി. ഭരണസമിതിയാണെന്ന് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. അങ്ങനെയെങ്കിൽ തിരുമല കൌൺസിലറുടെ ആത്മഹത്യയുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും ബി.ജെ.പിക്ക് എങ്ങനെ ഒഴിഞ്ഞു മാറാൻ കഴിയും? അനിൽകുമാർ നല്ല ആർ.എസ്.എസ്കാരനാണ്, നല്ല ബി.ജെ.പിക്കാരനാണ്, ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരാണ്, നാട്ടിലെല്ലാവർക്കും നല്ല പ്രിയങ്കരനാണ്. 2 വാർഡിൽ അപ്പുറം നിന്ന് ജയിച്ച ആളാണ്. ഞാൻ CPM-ന്റെ പ്രവർത്തകനാണെങ്കിൽ പോലും അദ്ദേഹം എല്ലാവരോടും നല്ല നിലയിൽ പെരുമാറുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. ഈ അവസരമായതുകൊണ്ട് പറയുന്നതല്ല. അവരെ വീട്ടുകാർ തന്നെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. മിനിസ്റ്ററുടെ പേരെല്ലാം പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ആ നമ്മുടെ ആൾക്കാർ ബി.ജെ.പി. നേതാക്കന്മാർ ആരൊക്കെയാണെന്നുള്ളവരും അന്വേഷണത്തിൽ നിന്ന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. മരണശേഷമെങ്കിലും തിരുമല അനിൽകുമാറിന്റെ അഭിമാനം തിരിച്ചുപിടിക്കാൻ ബി.ജെ.പി. എന്ത് ശ്രമമാണ് നടത്തിയിട്ടുള്ളത്? ഇപ്പോഴും അനിൽകുമാറിന്റെ ആത്മഹത്യയെ രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടി ഉപയോഗിക്കുന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഇത്രയധികം മനസാക്ഷിയില്ലാത്ത ഒരു കൂട്ടരെ നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയില്ല. ആ 2 കുട്ടികളെ ഇന്നലെ കണ്ടിരുന്നു.
വളരെ ദയനീയമായ സ്ഥിതിയാണ്. കാരണം സത്യസന്ധമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അനുഭവമാണ്.